നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 13-ാമത്തെ കഥ, തത്തകൾ പറഞ്ഞ കഥകൾ, 1-ാം ഭാഗം. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ ബന്ധിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവൻ പിന്നെയും ഒരു കഥ പറഞ്ഞു തുടങ്ങി. പ്രഭോ, പണ്ട് അനങ്കം എന്നൊരു ദേശത്തിൽ രൂപസേനൻ എന്നൊരു രാജാവും അദ്ദേഹത്തിന് കൃശാനു എന്നൊരു പുത്രനും ഉണ്ടായിരുന്നു. രാജകുമാരൻ ഭൂതഭാവി വർത്തമാന ഫലങ്ങളെക്കുറിച്ച് പറയാൻ കഴിവുള്ള ഒരു ആൺതത്തയെ വളർത്തിയിരുന്നു. ഒരു ദിവസം കൃശാനു തൻ്റെ തത്തയോട് ചോദിച്ചു, പദവിയിലും സൗന്ദര്യത്തിലും എനിക്ക് അനുയോജ്യയായ ഒരു കന്യക എവിടെയെങ്കിലും ഉള്ളതായി നിനക്കറിയാമോ? തത്ത മറുപടി പറഞ്ഞു, കുമാര, മഗധ രാജ്യത്തിൽ മഗധേശ്വരൻ എന്നൊരു രാജാവും അദ്ദേഹത്തിന് ചന്ദ്രവതി എന്നൊരു പുത്രിയുമുണ്ട്. കുമാരി അതിസൗന്ദര്യവതിയും സകലകലാവല്ലഭയുമാണ്. അങ്ങടുത്ത് തന്നെ ആ കുമാരിയെ വിവാഹം കഴിക്കും. തത്തയിൽ നിന്നും ഈ വിധം വിവരങ്ങൾ ശേഖരിച്ച രാജകുമാരൻ കൊട്ടാരൻ ജ്യോത്സ്യനെ അരികിൽ വിളിച്ച് ചോദിച്ചു, ഞാൻ ഏത് കന്യകയായിരിക്കും വിവാഹം കഴിക്കുക? ജ്യോത്സ്യൻ പ്രവചിച്ചു, ചന്ദ്രവതി എന്നൊരു കന്യകയാണ് കുമാരൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതിന് ഏറെ താമസമില്ലതാനും. ഈ വിവരം ഗ്രഹിച്ച രാജാവ് കൊട്ടാരൻ സേവകന്മാരുടെ പ്രമാണിയായ ഒരു ബ്രാഹ്മണനെ വിളിച്ച് സകല വിവരങ്ങളും അദ്ദേഹത്തെ അറിയിച്ച് രാജകുമാരിയുമായുള്ള കുമാരൻ്റെ വിവാഹാലോചന നടത്തിയിട്ട് വരുവാൻ അദ്ദേഹത്തെ മഗധേശ്വര സവിധത്തിലേക്ക് നിയോഗിച്ചയക്കുകയും ചെയ്തു. ചന്ദ്രവതി രാജകുമാരി മദനമഞ്ജരി എന്നു പേരുള്ള ഒരു പെൺതത്തയെ വളർത്തിയിരുന്നു. ഒരു ദിവസം കുമാരി തത്തയോട് ചോദിച്ചു, അല്ലയോ മദന, എനിക്ക് അനുയോജ്യനായ വരൻ എവിടെയുണ്ട്? തത്ത മറുപടി പറഞ്ഞു, അനങ്കദേശത്തെ രാജാവായ രൂപസേനൻ്റെ പുത്രൻ കൃശാനു രാജകുമാരനാണ് കുമാരിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഏതാനും ദിവസത്തിനുള്ളിൽ രൂപസേനാൽ നിയുക്തനായ ബ്രാഹ്മണൻ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ സന്ദേശം മഗധേശ്വര സന്നിധിയിൽ സമർപ്പിച്ചു. ആ പുരാതനമായ അയൽരാജാവുമായുള്ള ബന്ധം ഇപ്രകാരം ഒരു വിവാഹബന്ധത്താൽ ഒന്നുകൂടി ദൃഢീകരിക്കുന്നത് ഏറ്റവും അഭികാമ്യമായി കരുതിയ രാജാവ് ഉടൻ തന്നെ കൊട്ടാരത്തിലെ പുരോഹിത പ്രമാണിയായ ബ്രാഹ്മണനെ നിർദ്ദിഷ്ട വരനുള്ള പാരിതോഷികങ്ങളും ഏൽപ്പിച്ച് രൂപസേനൻ്റെ ദൗത്യവുമായി വന്നിരിക്കുന്ന ബ്രാഹ്മണനോട് ഒന്നിച്ച് അയച്ചു. യാത്രയ്ക്ക് മുമ്പായി രാജാവ് തൻ്റെ ദൂതന് ഇപ്രകാരം ഒരു നിർദ്ദേശം നൽകി, രൂപസേന മഹാരാജാവിന് നമ്മുടെ ബഹുമാനപൂർവമായ അഭിവാദനങ്ങൾ അർപ്പിക്കുക. അവിടെ നിന്ന് നിർദ്ദേശിച്ച പ്രകാരമുള്ള വിവാഹബന്ധത്തിൽ നാം സർവാത്മന അനുകൂലിക്കുന്നതായി അറിയിക്കുക. അതിൻ്റെ സൂചനയായി നമ്മുടെ പാരിതോഷികങ്ങളും അവിടെ ഏൽപ്പിക്കുക. അങ്ങയുടെ ദൗത്യം സ്ഥിരീകരിക്കുന്നതിൻ്റെ സൂചനയായി രാജകുമാരൻ്റെ ലലാടത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത കളഭക്കൂട്ടുകൊണ്ട് തിലകവും ചാർത്തിയ ശേഷം ഉടൻ മടങ്ങിപ്പോരുകയും വേണം. അങ്ങ് മടങ്ങിയെത്തിയതിന് ശേഷം അത്യാഡംബരപൂർവ്വം വിവാഹഘോഷങ്ങൾ നടത്തുവാനുള്ള ഒരുക്കങ്ങൾ നാം നിർവഹിക്കുന്നതാണ്. ബ്രാഹ്മണരിരുവരും ഒരു ശുഭമുഹൂർത്തത്തിൽ അവിടെ നിന്ന് തിരിച്ചു. അനങ്കരാജധാനിയിലെത്തി സർവ്വവിവരങ്ങളും അറിയിച്ചു. രാജാവിന് അതിയായ ചാരിതാർത്ഥ്യമുളവായി. അദ്ദേഹം മഗധേശ്വരൻ്റെ പാരിതോഷികങ്ങൾ സസന്തോഷം സ്വീകരിച്ചു. രാജകുമാരൻ്റെ നെറ്റിയിൽ മംഗളസൂചകമായ തിലകവും ചാർത്തിയ ശേഷം ബ്രാഹ്മണദൂതൻ സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ആ രാജകീയ വിവാഹം വധൂഗ്രഹത്തിൽ വെച്ച് അത്യാഡംബരപൂർവ്വം ആഘോഷിക്കപ്പെട്ടു. രാജകുമാരി തനിക്ക് നൽകപ്പെട്ട സ്ത്രീധന വിഭവങ്ങളും മറ്റ് പാരിതോഷികങ്ങളുമായി വരനോടൊന്നിച്ച് പരിവാരസമേതം ഭർതൃഗൃഹത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ രാജകുമാരി താൻ ഏറ്റവും അരുമയായി വളർത്തിയിരുന്ന മദനമഞ്ജരിയെയും കൂട്ടിലിട്ട് കൊണ്ടുപോയിരുന്നു. അവിടെ 2 തത്തകളെയും പ്രത്യേകം കൂടുകളിലാക്കി കുമാരന്മാർ തങ്ങളുടെ ക്രീഡാഗ്രഹത്തിൽ സൂക്ഷിച്ചു. തുടർന്നുള്ള ഏതാനും ദിവസങ്ങൾ നവവധൂവരന്മാർക്ക് സർവവും മറന്നുള്ള മാരമഹോത്സവ ദിനങ്ങളായിരുന്നെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു രാത്രി പ്രേമസല്ലാപങ്ങളിൽ ഏർപ്പെട്ടിരിക്കവേ രാജകുമാരൻ പറഞ്ഞു, പ്രിയേ, ഒരു തുണയില്ലാതുള്ള ജീവിതം ആർക്കും വിരസമായിരിക്കുകയേ ഉള്ളൂ. രാജകീയ സുഖാനുഭോഗങ്ങളൊക്കെയാവട്ടെ, സർവ്വവിധ സൗഭാഗ്യങ്ങളുമാകട്ടെ, അതിന് ഉപശാന്തിയാവുകയില്ല. നമുക്ക് എത്രയും വേഗം നമ്മുടെ പെൺതത്തയും ആൺതത്തയും തമ്മിലുള്ള വിവാഹം നടത്തി അവരിരുവരെയും ഒരേ കൂട്ടിൽ അടയ്ക്കണം. അവർ യഥേഷ്ടം ദാമ്പത്യസുഖം ആസ്വദിച്ച് ആനന്ദിക്കട്ടെ. അതനുസരിച്ച് അവർ വിസ്താരമുള്ള ഒരു കൂട് സജ്ജീകരിച്ച് തത്തകൾ രണ്ടിനെയും അതിനുള്ളിലാക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം
കുമാരി കുമാരന്മാർ പ്രേമഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കവേ ആൺതത്ത പെൺതത്തയോട് ഇപ്രകാരം പറയുന്നത് കേൾക്കായി. ലോകജീവിതത്തിലെ ആനന്ദ നിർവൃതി മുഴുവൻ വിവാഹത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. പ്രസ്തുത നിർവൃതി അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഏതൊരു ജീവിയുടെയും ജീവിതം നിഷ്ഫലമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ. അത് കേട്ട പെൺതത്ത പറഞ്ഞു, എനിക്കൊരു ഇണ വേണമെന്ന് ലേശവും ആഗ്രഹമില്ല. ആൺതത്ത നൈരാശ്യത്തോടു കൂടി ആരാഞ്ഞു, എന്തുകൊണ്ട്? പെൺതത്ത പ്രതിവചിച്ചു, പുരുഷന്മാർ പാപിഷ്ഠരും ധർമ്മബോധമില്ലാത്തവരും വഞ്ചകന്മാരും ഭാര്യാഘാതകന്മാരുമാണ്. അതുകൊണ്ട് തന്നെ. ആൺതത്ത ഉദ്യോഗത്തോടുകൂടി തിരിച്ചടിച്ചു, ഭവതി പറയുന്നത് മുഴുവൻ അബദ്ധമാണ്. സ്ത്രീകൾ പരമവഞ്ചകികൾ, ആത്മാർത്ഥത തൊട്ടു തെറിച്ചിട്ടില്ലാത്തവർ, ദുരാശയുടെ മൂർത്തിമത് ഭാവങ്ങൾ, വഴക്കാളികൾ, കലാപകാരിണികൾ, പ്രതിഘാതിനികൾ. വാദപ്രതിവാദങ്ങൾ ഒരു സംഘട്ടനത്തിലേക്ക് വഴിതെളിക്കുന്ന മട്ടുകണ്ട് രാജകുമാരൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തിനാണ് ശണ്ഠ കൂടുന്നത്? നിങ്ങൾ ഇണപിരിയാതെ സ്നേഹപൂർവ്വം സ്നേഹിച്ച് ക്രീഡിച്ച് കഴിയട്ടെ എന്ന് കരുതിയല്ലേ രണ്ടുപേരെയും ഒരേ കൂട്ടിലാക്കിയത്? എന്നിട്ടിപ്പോൾ? പെൺതത്ത ആവേശപൂർവ്വം പറഞ്ഞു, അല്ലയോ രാജകുമാര, ഞാൻ ആവർത്തിച്ചു പറയുന്നു, പുരുഷലോകം ഒന്നടങ്കം ദ്രോഹികളും വഞ്ചകരും സ്ത്രീഘാതകരുമാണ്. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരു പുരുഷനെ പങ്കാളിയായി ആവശ്യമില്ല. മഹാപ്രഭു, എൻ്റെ വാദത്തിന് ഉപോദ്ബലകമായി ഞാനൊരു കഥ പറയുന്നുണ്ട്. അവിടുന്ന് ശ്രദ്ധിച്ചു കേട്ടാലും. ഇളാപുരി എന്ന ദേശത്ത് പണ്ട് മഹാധനൻ എന്നൊരു വ്യാപാരി ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. പണം കൊണ്ട് കൈവരുത്താവുന്ന സർവ്വ സൗഭാഗ്യങ്ങൾക്കും ഉടമയായിരുന്ന അദ്ദേഹത്തിന് പുത്രഭാഗ്യം മാത്രം ഉണ്ടായിരുന്നില്ല. തൽപരിഹാരാർത്ഥം അദ്ദേഹം നിരന്തരം തീർത്ഥാടനങ്ങൾ നടത്തുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും പുരാണ പാരായണങ്ങൾ നടത്തുകയും ബ്രാഹ്മണദാനം മുതലായവ വൻതോതിൽ നടത്തുകയും ചെയ്തു പോന്നു. കുറേ കാലം കടന്നുപോയി. ഒടുവിൽ സൗഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ എന്നവണ്ണം അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ജനിച്ചു. മതിമറന്ന് ആഹ്ലാദിച്ച അദ്ദേഹം ആ സുദിനം ഒരു മഹോത്സവമായി കൊണ്ടാടി. വൻതോതിൽ ബ്രാഹ്മണദാനങ്ങൾ നടത്തി ഭിക്ഷുകന്മാരെയൊക്കെ ആയിരക്കണക്കിന് തീറ്റിപ്പോറ്റി. സ്തുതിപാഠകന്മാർക്കും മറ്റും ധനം വാരിക്കോരി കൊടുത്തു. ബാലന് പിതാവ് സാഗരൻ എന്ന് പേരിട്ടു. അവന് 5 വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹം അവനെ വിദ്യാഭ്യാസത്തിനായി വിദ്യാലയത്തിൽ ചേർത്തു. പക്ഷേ അവൻ ചെറുപ്പത്തിൽ തന്നെ തീരെ അനുസരണയില്ലാത്തവനായി തീരുകയാണ് ചെയ്തത്. പ്രായമായതോടുകൂടി അവൻ വേശ്യാസംസർഗം മുതലായ സകല ദുർഗുണങ്ങൾക്കും വിളനിലമായി തീർന്നു. അവൻ പിതാവ് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച വമ്പിച്ച സ്വത്ത് വ്യഭിചാര മാർഗത്തിനും ചൂതുകളിയിലും മറ്റുമായി വാരിക്കോരി ചെലവഴിച്ചു. പൊന്നിൻ സൂചിയാണെങ്കിലും കണ്ണിൽ കുത്തിയാൽ കണ്ണ് പൊട്ടുമെന്നാണല്ലോ പ്രമാണം. ഗത്യന്തരമില്ലാതെ അച്ഛനമ്മമാർ അവനെ വീട്ടിൽ നിന്ന് ഓടിച്ചു. പല ദിക്കുകളിലും അലഞ്ഞു തിരിഞ്ഞ് അവൻ ചന്ദ്രപുരി എന്ന ദേശത്തെത്തി. അവിടെ ഹേമഗുപ്തൻ എന്ന ധനാഢ്യനായ ഒരു വാണിക ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. സാഗരൻ അദ്ദേഹത്തെ സമീപിച്ച് തൻ്റെ പിതാവിൻ്റെ പേരും പരിസ്ഥിതികളും അറിയിച്ചു. ആ കഥാകഥനം വ്യാപാരിയെ തരളചിത്തനാക്കി തീർത്തു. അദ്ദേഹം യുവാവിനോട് ചോദിച്ചു, നിങ്ങളുടെ ചരിത്രം മുഴുവൻ എന്നെ അറിയിക്കുക. എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? അവൻ തൽക്ഷണം ഒരു കഥ കെട്ടിച്ചമച്ചു പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ നിയോഗപ്രകാരം ഒരു കപ്പൽ ഏർപ്പാട് ചെയ്ത് വ്യാപാരത്തിനായി അകലെയുള്ള ഒരു ദ്വീപിലേക്ക് യാത്ര പോയതാണ്. അവിടെ ചെന്ന് ചരക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം കിട്ടിയ സന്തോഷത്തോടുകൂടി മടക്കയാത്ര ആരംഭിച്ചു. ഞാൻ ആ ദാരുണ സംഭവം എങ്ങനെ അങ്ങേ അറിയിക്കും? പെട്ടെന്ന് ശക്തിയേറിയ ഒരു കൊടുങ്കാറ്റും ഘോരമാരിയും ഉണ്ടായി. കപ്പൽ ഒരു പാറയിൽ തട്ടി ഉടഞ്ഞു ഛിന്ന ഭിന്നമായി. ഞാൻ പൊളിഞ്ഞു പൊന്തിക്കിടന്ന ഒരു പലകമേൽ കയറിയിരുന്നു. തുഴഞ്ഞ് അർദ്ധപ്രാണനായി ഈ തീരത്തെത്തി. ധനവും വിൽപ്പന ചരക്കുകളും നഷ്ടപ്പെട്ടതിന് ശേഷം വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങാൻ എനിക്ക് ലജ്ജയായിരിക്കുന്നു. അയ്യോ, ഞാൻ അവിടെ ചെന്ന് എങ്ങനെ എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ മുഖം കാണിക്കും? ഈ ചിന്ത എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. ആ ഭയങ്കര കൊടുങ്കാറ്റ്, കണ്ണിൽ കുത്തിയാൽ അറിയാത്ത കൂരിരുട്ട്, പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ, മുക്കറയിടുന്ന കൂറ്റൻ ആളുതീനി സ്രാവുകൾ. അയ്യോ എൻ്റെ അമ്മോ! ഏറ്റവും ഹൃദയസ്പൃക്കാൻ വിധം അവൻ സന്ദർഭോചിതമായ അഭിനയത്തോടുകൂടി ആ കെട്ടുകഥ പറഞ്ഞ് ഹൃദയാലുവായ വണിക് ശ്രേഷ്ഠനെ വിശ്വസിപ്പിച്ചു. അദ്ദേഹം തരളചിത്തനായി തീർന്നു. അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു, യാതൊരു അല്ലലുമില്ലാതെ ജീവിതം നയിക്കാനുള്ള വക ദൈവം എനിക്ക് നൽകി.
ഇതാ ഈ യുവാവ് ജീവിക്കാൻ വേണ്ടി പുറംകടലിൽ വ്യാപാരത്തിന് പോയി. കാലവിപര്യത്താൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവനെ രക്ഷിക്കേണ്ട ചുമതല എനിക്കില്ലേ? തീർച്ചയായും ഉണ്ട്. ഞാൻ ആ കടമ നിറവേറ്റിയില്ലെങ്കിൽ ദൈവം എന്നോട് പകരം ചോദിക്കും. സംശയമില്ല. ഏവം വിധമുള്ള ധാർമ്മിക ചിന്തകളാൽ പ്രചോദിതനായി വ്യാപാരി വ്യാപാര കാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് തന്നോടൊന്നിച്ച് താമസിച്ചു കൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. അല്പദിവസത്തിനുള്ളിൽ സാഗരൻ പ്രസ്തുത വണിക് ശ്രേഷ്ഠൻ്റെയും കുടുംബാംഗങ്ങളുടെയും കണ്ണിലുണ്ണിയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അവന് സർവ്വ സ്വാതന്ത്ര്യവും ലഭിച്ചു. തൻ്റെ വ്യാപാരത്തിൽ ആയിടയ്ക്ക് അടിക്കടി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന അഭിവൃദ്ധിക്ക് ഹേതു ഐശ്വര്യത്തിൻ്റെ ദേവനായ ആ നവാഗതനാണെന്നു പോലും ശുദ്ധഗതിക്കാരനായ ഹേമഗുപ്തൻ വിശ്വസിച്ചുപോയി. സാഗരനെ അദ്ദേഹം പുത്ര നിർവിശേഷം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ഹേമഗുപ്തന് യൗവനയുക്തയും സുന്ദരിയുമായ രത്നാവതി എന്നൊരു മകളുണ്ടായിരുന്നു. സാഗരൻ അവളോടൊന്നിച്ച് കളിച്ചും ചിരിച്ചും രസിച്ചും ദിവസങ്ങൾ കഴിച്ചു. ഈ കാഴ്ച കണ്ട് വണിഗ്വരനും പത്നിയും അതിയായി സന്തോഷിച്ചതേയുള്ളൂ. ഒരു ദിവസം ഹേമഗുപ്തൻ സ്വപത്നിയെ അരികിൽ വിളിച്ച് അവളുടെ അഭിപ്രായം ആരാഞ്ഞു. നമ്മുടെ മകൾ വിവാഹപ്രായത്തിലെത്തിയിരിക്കുകയാണല്ലോ. സാഗരൻ അവൾക്ക് ഏറ്റവും അനുയോജ്യനായ വരനാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അവരിരുവരും ഇതിനകം പരസ്പരം അനുരക്തനായിരിക്കുകയാണെന്ന കാര്യത്തിലും എനിക്ക് സംശയലേശമില്ല. നിന്റെ അഭിപ്രായം എങ്ങനെ? അദ്ദേഹത്തിൻ്റെ പത്നി ആ അഭിപ്രായത്തോട് സർവാത്മന യോജിച്ചു. ഈശ്വരഭക്തയായ അവൾ പറഞ്ഞു, ശുഭകർമ്മങ്ങൾ നടക്കുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ മാത്രം പരിണിത ഫലമാണ്. എന്തെന്നാൽ നാം അല്പം പോലും ക്ലേശിക്കാതെ തികച്ചും അവിചാരിതമായിട്ടാണ് അവ നടന്നുകൂടുന്നത്. നമുക്ക് ആകെ ഒരു മകൾ. ദൈവം തന്നിട്ടുള്ള നമ്മുടെ സ്വത്ത് മുഴുവൻ നമ്മുടെ ഏകപുത്രിക്കുള്ളതല്ലേ. അവൾ അനുയോജ്യനായ വരനോട് ചേരുന്നത് കാണുന്നതിൽ പരം നമുക്ക് സായുജ്യം മറ്റെന്താണുള്ളത്? അതുകൊണ്ട് ഇനി ഒട്ടും താമസം വരുത്താതെ കുടുംബ പുരോഹിതനെ വരുത്തി ശുഭമുഹൂർത്തം നിശ്ചയിച്ച് അവരുടെ വിവാഹം മംഗളകരമായി നടത്തുകയാണ് വേണ്ടത്. വ്യാപാരി ഉടൻ തന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പുരോഹിതനെ വരുത്തി മുഹൂർത്തം നിശ്ചയിച്ചു. ബന്ധുജനങ്ങൾക്കും വ്യാപാര ബന്ധുക്കൾക്കും വിശിഷ്ട വ്യക്തികൾക്കുമുള്ള ക്ഷണക്കത്തുകൾ പോയി. പുരോഹിതൻ നിർദ്ദേശിച്ച ശുഭമുഹൂർത്തത്തിൽ തന്നെ വിവാഹം മംഗളകരമായി നടക്കുകയും ചെയ്തു. തുടർന്നുള്ള ഏതാനും ദിവസങ്ങൾ നവവധൂവരന്മാർക്ക് സ്വർഗീയാനന്ദമരുളുന്ന പ്രേമ മഹോത്സവ ദിവസങ്ങളായിരുന്നു. അനന്തരം ഒരു ദിവസം യുവാവ് നവവധുവിനോട് പറഞ്ഞു, ഓമനെ, ഞാൻ നാടും വീടും വിട്ട് ഇവിടെ താമസമാക്കിയിട്ട് ഏറെ ദിവസങ്ങളായിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കന്മാരെ പറ്റിയോ മറ്റു കുടുംബാംഗങ്ങളെ പറ്റിയോ യാതൊരു വിവരവും അറിയാതെ എത്ര ദിവസമാണ് കഴിയുക? മാത്രമോ വ്യാപാരത്തിന് വിദേശത്ത് പോയി എന്നെ കാണാതെ അവർ എത്രമാത്രം വിഷമിച്ചിരിക്കുകയായിരിക്കുമെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഭവതി ഈ വിവരങ്ങളെല്ലാം അറിയിച്ച് എനിക്ക് യാത്രാനുമതി വാങ്ങിത്തരണം. വിസമ്മതമില്ലെങ്കിൽ ഭവതിയും കൂടി ഒന്നിച്ചു വരുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. ഈ വാർത്ത രത്നാവതിയെ എത്രമാത്രം ക്ലേശിപ്പിച്ചിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഗത്യന്തരമില്ല. ഏറ്റവും ന്യായമായ ഒരു അവകാശവാദമാണ് തൻ്റെ ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്നത്. ദുഃഖാർത്തയായ അവൾ സ്വമാതാവിനെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് പോന്നിട്ട് വളരെ ദിവസങ്ങളായിരിക്കുന്നു. കപ്പലപകടത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം വ്യസനിക്കുന്നുണ്ടാവുമെന്ന് ഓർക്കവയ്യ. അവിടം വരെ ഒന്ന് പോയി അച്ഛനമ്മമാരെ കണ്ട് കഴിയും വേഗം മടങ്ങിയെത്താമെന്നാണ് പറയുന്നത്. അമ്മ അതിലേക്ക് അനുവാദം കൊടുക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ? ഗൃഹനായിക നേരെ സ്വഭർത്താവിൻ്റെ സവിധത്തിലെത്തി. നമ്മുടെ മരുമകൻ സ്വന്തം നാട്ടിലേക്ക് ഒന്ന് പോയി വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലേക്ക് നമ്മുടെ അനുവാദം പാർത്തിരിക്കുകയാണ്. അങ്ങ് എന്തു പറയുന്നു? അതെ, അത് ന്യായമാണല്ലോ, വ്യാപാരി പ്രതിവചിച്ചു. അന്യനായ ഒരാളിൻ്റെ പുത്രൻ്റെ മേൽ നമുക്ക് യാതൊരു അവകാശവും ചുമത്താൻ പാടുള്ളതല്ലല്ലോ. അയാൾ സുഖമായി പോയി കഴിയും വേഗം മടങ്ങിയെത്തട്ടെ. അനന്തരം അദ്ദേഹം സ്വപുത്രിയെ അരികിൽ വിളിച്ച് ചോദിച്ചു, മകളെ, അപ്പോൾ നിന്റെ കാര്യം? നീ ഭർത്താവിൻ്റെ കൂടെ ശ്വശുരൻ്റെ വീട്ടിലേക്ക് പോകുന്നോ? അതോ ഇവിടെ തന്നെ താമസിക്കാൻ ഇച്ഛിക്കുന്നുവോ? ഏതും നിന്റെ ഇഷ്ടം. അല്പദിവസത്തെ കാര്യമല്ലേയുള്ളൂ. ഈ വാക്കുകൾ കേട്ട് രത്നാവതി ലജ്ജിച്ച് തല താഴ്ത്തി മൗനം അവലംബിച്ച് നിലകൊണ്ടു. അവൾ സ്വഭർത്താവിനെ കടക്കണ്ണാൽ സംവീക്ഷണം ചെയ്തുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാൻ അമ്മയും അച്ഛനും അങ്ങയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ കാര്യം?
എന്നെ തനിയെ വിട്ടിട്ട് പോകാൻ അങ്ങ് തീരുമാനിക്കുമോ? ഈ വാക്കുകളുടെ ഗൂഢാർത്ഥം മനസ്സിലാക്കിയ യുവാവ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അവളെയും കൂട്ടിക്കൊണ്ടു പോകാനുള്ള തൻ്റെ അഭിലാഷം അറിയിച്ചു. അതെ, അതാണല്ലോ ഉചിതമായിട്ടുള്ളത്. അങ്ങനെ തന്നെ നടക്കട്ടെ. ഒരു കാര്യം മാത്രം, ആവശ്യത്തിൽ കവിഞ്ഞ് ഒരു ദിവസം പോലും അവിടെ താമസിക്കരുത്. വ്യാപാരം സംബന്ധിച്ചുള്ള ഭാരിച്ച ചുമതലകൾ നിർവഹിക്കാൻ മറ്റാരുമില്ല, പറഞ്ഞേക്കാം. വ്യാപാരി തൻ്റെ കാര്യം പറഞ്ഞു. വ്യാപാരി സാഗരനെ അരികിൽ വിളിച്ച് ഭാരമേറിയ ഒരു പണസഞ്ചി അവനെ ഏൽപ്പിച്ചു. യാത്ര പോകുകയല്ലേ, വലിയ തുകയൊക്കെ കൊണ്ടുപോകുന്നത് അപകടകരമാണ്. അത്യാവശ്യത്തിന് വേണ്ട പണം മാത്രമേ കൈവശമിരിക്കാവൂ. വൃദ്ധൻ്റെ പ്രായോഗിക ബുദ്ധി ഏവം വിധം പ്രകടമായി. അനന്തരം അദ്ദേഹം മകളെയും മരുമകനെയും അരികിൽ വിളിച്ച് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഭർതൃഗൃഹത്തിലേക്ക് ആദ്യമായി പോകുന്ന നവവധുവിനെ സർവാഭരണ വിഭൂഷിതയാക്കി അയക്കുന്നതിൽ അവളുടെ മാതാവ് എത്രമാത്രം ശുഷ്കാന്തി പ്രകടിപ്പിച്ചിരിക്കുമെന്ന് ഊഹ്യമാണല്ലോ. അങ്ങനെ രത്നാവതിയും അവളുടെ ഉറ്റ സഖിയായിരുന്ന ഒരു കന്യകയും സാഗരനോടൊന്നിച്ച് യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ അവർക്ക് ഒരു വേശ്യാത്തെരുവ് കടന്നു പോകേണ്ടിയിരുന്നു. തൻ്റെ പഴയ സങ്കേതങ്ങളിലൊന്നായ ആ പുണ്യസ്ഥലം ദർശിച്ചതോടുകൂടി സാഗരൻ്റെ ചിത്തത്തിൽ പൂർവ്വകാല സ്മരണകൾ ഉദിച്ചു പൊന്തി. വേശ്യകളുമായുള്ള മാദക സമ്പർക്കം, അതിൽ പരം ആനന്ദം എന്താണുള്ളത്? ഭാര്യയുടെ ശരീരത്തിലാണെങ്കിൽ എടുത്താൽ പൊങ്ങാത്തത്ര സ്വർണ്ണാഭരണങ്ങളും. അവൻ്റെ പാഷാണ ഹൃദയത്തിൽ കരാളമായ പൈശാചിക ചിന്തകൾ തിങ്ങി നിറഞ്ഞു. അങ്ങനെ നടന്ന് അവർ ഒരു കുറ്റിക്കാട്ടിന് സമീപമെത്തി. സാഗരൻ അവൻ്റെ ഭാര്യയെ അരികിൽ വിളിച്ച് രഹസ്യമായി പറഞ്ഞു, ഇത് വലിയ അപകടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഭീകര കൊള്ളക്കാർ, കൂട്ടായ്മ കച്ചവടക്കാർ മുതലായവരെല്ലാമുണ്ട്. ഭവതി ഒരു കാര്യം ചെയ്യുക, ആ ആഭരണങ്ങളെല്ലാം അഴിച്ചെന്നെ ഏൽപ്പിക്കുക. ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളാം. വീടെത്തിയാലുടൻ ഞാൻ അവ ഭവതിയെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യാം. നിഷ്കളങ്കയായ യുവതി, പ്രാണപ്രിയൻ തൻ്റെ ജീവൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നാൽ അവൾ തൽക്ഷണം സ്വശിരസ് വെട്ടി അയാൾക്ക് പാദകാണിക്ക അർപ്പിക്കുമായിരുന്നു. യാതൊരു സംശയവും കൂടാതെ അവൾ തൻ്റെ സർവ്വ ആഭരണങ്ങളും അഴിച്ച് ഒരു പൊതിയാക്കി അയാളെ ഏൽപ്പിച്ചു. തൻ്റെ ഇംഗിതം സാധിച്ചു കഴിഞ്ഞ ഉടൻ ആ നിഷ്കണ്ഠൻ പരിചാരികയുടെ ഗളത്തിൽ ഞെരിച്ച് അവളെ കൊന്ന് അടുത്ത് കണ്ട ഒരു പാഴ്ക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. അനന്തരം തൻ്റെ പത്നിയെയും അതേ കിണറ്റിലേക്ക് തള്ളിയിട്ട ശേഷം അവൻ അവിടെ നിന്നും വേശ്യാഗൃഹങ്ങൾ തേടിപ്പോവുകയും ചെയ്തു. ഈ സമയം ആ വഴി വന്ന ഒരു യാത്രക്കാരൻ പാഴ്ക്കിണറ്റിൽ നിന്നും ആർത്തനാദം കേട്ട് തൽക്ഷണം കിണറ്റിന് സമീപത്തേക്ക് പാഞ്ഞു. കഥ തുടരും. നന്ദി.